പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായി നമ്മൾ ന്യൂ റേഷ്യോ, സാക്രിഫൈസ് റേഷ്യോ കണ്ടെത്തുന്ന വ്യത്യസ്ത കേസുകളാണ് ചർച്ച ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട ലാസ്റ്റ് കേസാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ദാറ്റ് ഈസ് when existing partners surrender a particular portion of their share in favor of a new partner. പുതിയ പങ്കാളിക്ക് വേണ്ടി പഴയ പങ്കാളികൾ അവരുടെ ഷെയറിൻ്റെ ഒരു പർട്ടിക്കുലർ പോർഷൻ വിട്ടു നൽകി സറണ്ടർ ചെയ്തു എന്ന് പ്രോബ്ലത്തിൽ പ്രത്യേകം നൽകുകയാണെങ്കിൽ, അതായത് ഇത്തരമൊരു പ്രോബ്ലത്തിൽ പുതിയ പങ്കാളിയുടെ ഷെയർ ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുണ്ടാവില്ല. പകരം പഴയ പങ്കാളികൾ അവരുടെ ഷെയറിൻ്റെ ഒരു നിശ്ചിത ഭാഗം പുതിയ പങ്കാളിക്ക് നൽകുന്നു. അപ്പോൾ ഉദാഹരണം എ അയാളുടെ ഷെയറിൻ്റെ ഒരു പോർഷൻ നൽകുന്നു, ബി അയാളുടെ ഷെയറിൻ്റെ ഒരു നിശ്ചിത പോർഷനും നൽകുന്നു. അപ്പോൾ സിയുടെ ഷെയർ എന്ന് പറയുന്നത് എ നൽകിയ പോർഷനും ബി നൽകിയ പോർഷനും ആകത്തുകയാണ് സിയുടെ ഷെയർ. അപ്പോൾ അത്തരത്തിൽ ക്വസ്റ്റ്യന് വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത് എന്ന് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ ലഭിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കാൽക്കുലേറ്റ് ദി സാക്രിഫൈസ് ഷെയർ ഓഫ് ഈച്ച് പാർട്ട്ണർ. ഓരോ പഴയ പങ്കാളിയുടെയും സാക്രിഫൈസ് ഷെയർ എത്രയാണെന്ന് കണ്ടെത്തുക. അങ്ങനെ സാക്രിഫൈസ് ഷെയർ കണ്ടെത്തുന്നതിന് വേണ്ടി നമുക്ക് പ്രോബ്ലത്തിൽ പഴയ പങ്കാളികളുടെ ഷെയറും പഴയ പങ്കാളികൾ അവരുടെ ഷെയറിൻ്റെ എത്ര ഭാഗമാണ് വിട്ടു നൽകുന്നത് എന്നും നൽകിയിട്ടുണ്ടാവും. ഉദാഹരണമായി എ ബി രണ്ട് പങ്കാളികൾ അവർ ലാഭവും നഷ്ടവും 3:2 എന്ന റേഷ്യോയിൽ വീതിക്കുകയാണ്. അവർ സി എന്ന പുതിയ പങ്കാളിയെ ചേർക്കുന്നു. എ സിക്ക് വേണ്ടി അയാളുടെ ഷെയറിൻ്റെ 1/3 ബി സിക്ക് വേണ്ടി അയാളുടെ ഷെയറിൻ്റെ 1/4 വിട്ടു നൽകുന്നു. അപ്പം ഇവിടെ ഓരോ പഴയ പങ്കാളികളും പുതിയ പങ്കാളിക്ക് അവരുടെ ഷെയറിൻ്റെ ഒരു പർട്ടിക്കുലർ പോർഷനാണ് നൽകുന്നത്. പർട്ടിക്കുലർ പോർഷൻ സറണ്ടർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ആദ്യം അവരുടെ ഷെയറിനെ അവരുടെ പഴയ പങ്കാളികളുടെ ഷെയറിനെ അവർ ഏത് അനുപാതത്തിലാണോ അവരുടെ ഷെയറിൽ നിന്ന് വിട്ടു നൽകുന്നത് അതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഗുണിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും സാക്രിഫൈസ് ഷെയർ നമുക്ക് കണ്ടെത്താം. ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടത് മനസ്സിലാക്കും. അതിനുശേഷം അങ്ങനെ കണ്ടെത്തിയതിന് ശേഷം പുതിയ ഷെയർ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിരുന്ന അതേ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെയും ന്യൂ ഷെയർ ഓഫ് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ്? ഓൾഡ് ഷെയറിൽ നിന്നും അവരുടെ സാക്രിഫൈസ് ഷെയർ ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ന്യൂ ഷെയർ കണ്ടെത്താൻ കഴിയും. അപ്പോൾ നിലവിലുള്ള പങ്കാളികളുടെ പുതിയ ഷെയർ കണ്ടെത്താൻ നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയ അതേ ഫോർമുല തന്നെയാണ്. ഓൾഡ് ഷെയർ മൈനസ് സാക്രിഫൈസ് ഷെയർ. ഇനി പുതിയ പങ്കാളിയുടെ ഷെയർ ഇത്തരം ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുണ്ടാവില്ല. അപ്പോൾ ആ പുതിയ പങ്കാളിയുടെ ഷെയർ എങ്ങനെ കണ്ടെത്താം? ദ ഷെയർ ഓഫ് ഇൻകമിങ് ഓർ ന്യൂ പാർട്ട്ണർ ഈസ് ദി സം ഓഫ് സാക്രിഫൈസ്ഡ് ഷെയർ ഓഫ് എക്സിസ്റ്റിംഗ് പാർട്ട്ണർ. നിലവിലുള്ള പങ്കാളികളുടെ സാക്രിഫൈസ് ഷെയറിൻ്റെ ആകത്തുകയാണ്. എന്ന് പറഞ്ഞാൽ എയും ബിയും ആണ് പഴയ പങ്കാളിയെങ്കിൽ എ സാക്രിഫൈസ് ചെയ്ത ഷെയർ ബി സാക്രിഫൈസ് ചെയ്ത ഷെയറും ആഡ് ചെയ്താൽ, അത് രണ്ടിനെയും കൂട്ടിക്കഴിഞ്ഞാൽ
നമുക്ക് സി എന്ന് പറഞ്ഞാൽ ഇൻകമിംഗ് പാർട്ട്ണറുടെ ഷെയർ കണ്ടെത്താം. അപ്പോൾ ഇവിടെയും നമ്മൾ ന്യൂ ഷെയർ കാണാനുള്ള ഫോർമുല പഴയത് തന്നെയാണ്. എന്താണ്? ഓൾഡ് ഷെയറിൽ നിന്നും സാക്രിഫൈസ് ഷെയർ കുറച്ചാൽ അവരുടെ ന്യൂ ഷെയർ കണ്ടെത്താം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രോബ്ലം നമുക്ക് ചർച്ച ചെയ്യാം. ആ പ്രോബ്ലത്തിലൂടെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ കഴിയും. X and Y are partners in a firm sharing profit in the ratio of 7:3. X, Y പങ്കാളികളാണ്. അവർ ലാഭവും നഷ്ടവും 7:3 എന്ന അനുപാതത്തിലാണ് വീതിക്കുന്നത്. They admit Z into partnership. അവർ Z എന്ന പുതിയ പങ്കാളിയെ പങ്കാളിത്ത സ്ഥാപനത്തിലേക്ക് പ്രവേശനം നൽകി. അവിടെ Zന്റെ ഷെയർ നൽകിയിട്ടുണ്ടോ? ഇല്ല. പകരം X surrendered 1/7 of his share. എക്സ് അയാളുടെ ഷെയറിൻ്റെ 7/1 സറണ്ടർ ചെയ്തു എന്ന് പറഞ്ഞാൽ വിട്ടുകൊടുത്തു. അപ്പം എക്സ് വിട്ടുകൊടുത്തത് 1/7 ഓഫ് ഹിസ് ഷെയർ. അയാളുടെ ഷെയർ എത്രയാണ്? നമുക്ക് ആദ്യം തന്നിട്ടുണ്ട് 7:3. അപ്പോൾ 7/10 അല്ലേ, 7/10 എക്സിൻ്റെ ഷെയർ. ആ എക്സിൻ്റെ ഷെയറിൻ്റെ 7/1 എക്സ് ആർക്ക് വിട്ടുകൊടുത്തു? സെഡിന് വിട്ടുകൊടുത്തു. ആൻഡ് വൈ 1/3 ഓഫ് ഹിസ് ഷെയർ ഇൻ ഫേവർ ഓഫ് സെറ്റ്. സെറ്റിന് വേണ്ടി വൈ അയാളുടെ ഷെയറിൻ്റെ 1/3. അയാളുടെ ഷെയർ എത്രയാണ്? 3/10 അല്ലേ. അപ്പോൾ 10/3 വൈയുടെ ഷെയർ. ആ 10/3 3/1 ഭാഗം 1/3 ആർക്ക് വേണ്ടി വിട്ടുകൊടുത്തിട്ടുണ്ട്? സെറ്റിന് വേണ്ടി വിട്ടുകൊടുത്തിട്ടുണ്ട്. നമ്മളോട് കാൽക്കുലേറ്റ് ന്യൂ റേഷ്യോ ആൻഡ് സാക്രിഫൈസ് റേഷ്യോ. അപ്പം ഈ പ്രോബ്ലം എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഇവിടെ പുതിയ പങ്കാളിയുടെ ഷെയർ തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ പുതിയ പങ്കാളിയുടെ ഷെയർ എങ്ങനെയാണ് കണ്ടെത്തുന്നത് നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ ഈ പ്രോബ്ലത്തിലെ ഓരോ സ്റ്റെപ്സുകളും നമുക്ക് വിശദമായി മനസ്സിലാക്കാം. ഫസ്റ്റ്, ഓൾഡ് റേഷ്യോ ഓഫ് എക്സ് ആൻഡ് വൈ. എക്സിൻ്റെയും വൈയുടെ ഓൾഡ് റേഷ്യോ എത്രയാണ്? 7:3 പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 7/10 3/10. അപ്പോൾ എക്സ് വൈ എന്നിവരുടെ ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്. ഇനി എക്സ് എത്രയാണ് സാക്രിഫൈസ് ചെയ്തത്? എക്സ് സറണ്ടേർഡ് 1/7 ഓഫ് ഹിസ് ഷെയർ. അയാളുടെ ഷെയറിൻ്റെ 7/1 ആണ് എക്സ് സറണ്ടർ ചെയ്യുക. അപ്പോൾ എക്സ് സറണ്ടേർഡ് 1/7 ഓഫ് ഹിസ് ഷെയർ ഇൻ ഫേവർ ഓഫ് സെഡ്. സെഡിന് വേണ്ടി അയാളുടെ ഷെയറിൻ്റെ 7/1. അപ്പോൾ ആയതുകൊണ്ട് തന്നെ എക്സിൻ്റെ സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ therefore എക്സ് സാക്രിഫൈസ് ഈക്വൽ ടു അയാളുടെ ഷെയർ എത്രയാണ്? 7/10 അല്ലേ. 7/10 എത്രയാണ് അയാൾ വിട്ടുകൊടുത്തിട്ടുണ്ട്? 1/7 അല്ലേ. 1/7 7/1. അപ്പോൾ ഇൻറ്റു 1/7. അപ്പോൾ 7/10 7/1 കാണാൻ 7/10 ഇൻറ്റു 1/7 ഈക്വൽ ടു 7 ഇൻറ്റു 1 7. 10 into 7 70 equal to 7/70. 7/70 അല്ലേ. അതിനെ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി റെഡ്യൂസ് ചെയ്യാം. 7 ഒരു തവണ, 70 10 തവണ അല്ലേ. അപ്പോൾ അതിനെ ഒന്നുകൂടി റെഡ്യൂസ് ചെയ്ത് നമുക്ക് എഴുതാം 1/10 അല്ലേ. 7/70 എന്ന് പറഞ്ഞാൽ 1/10 എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്. കാരണം 7 ഒരു തവണ, 70 10 തവണ. അപ്പം അതിനെ ഇങ്ങനെ റെഡ്യൂസ് ചെയ്യാൻ കഴിയും. ദെൻ ഇനി നോക്കുമ്പോൾ നമ്മൾ ന്യൂ ഷെയർ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? പഴയ പങ്കാളികളുടെ ന്യൂ ഷെയർ കണ്ടെത്താനുള്ള ഫോർമുല നമ്മൾ ചർച്ച ചെയ്തു. ന്യൂ ഷെയർ ഈക്വൽ ടു ഓൾഡ് ഷെയർ മൈനസ് സാക്രിഫൈസ് ഷെയർ. അപ്പോൾ എയുടെ എക്സിൻ്റെ ന്യൂ ഷെയർ കണ്ടെത്താൻ അയാളുടെ ഓൾഡ് ഷെയറിനും അയാളുടെ സാക്രിഫൈസ് ഷെയർ കുറച്ചാൽ മതി. അപ്പോൾ എസ് ന്യൂ ഷെയർ എക്സിൻ്റെ ന്യൂ ഷെയർ ഓഫ് എക്സ് ഈക്വൽ ടു എക്സിൻ്റെ ഓൾഡ് ഷെയർ എത്രയാണ്? പ്രോബ്ലത്തിൽ നമ്മൾക്ക് തന്നിട്ടുണ്ട് 7/10 മൈനസ് അതിൽ നിന്ന് എത്രയാണ് കൊടുക്കേണ്ടത്? അയാളുടെ സാക്രിഫൈസ് ഷെയർ ഇപ്പോൾ നമ്മൾ കണ്ടെത്തി 1/10. അപ്പോൾ 7/10 മൈനസ് 1/10 ഈക്വൽ ടു 7 മൈനസ് 1/10 അല്ലേ. 7 മൈനസ് 1 എത്ര വരിക? 6/10. അപ്പോൾ നമ്മൾ എക്സിൻ്റെ ന്യൂ ഷെയർ കണ്ടെത്തി.
അപ്പോൾ എങ്ങനെയാണ് എക്സിൻ്റെ ന്യൂ ഷെയർ കണ്ടെത്തിയത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം എക്സിൻ്റെ സാക്രിഫൈസ് ഷെയർ കണ്ടെത്തി, പിന്നെ ആ സാക്രിഫൈസ് ഷെയറിനെ അയാളുടെ ഓൾഡ് ഷെയറിൽ നിന്നും കുറച്ചാൽ അയാളുടെ ന്യൂ ഷെയർ നമ്മൾ കണ്ടെത്തുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലം ഫൈനൽ എക്സാമിനേഷനും മറ്റൊക്കെ വരാറുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എക്സിൻ്റെ ന്യൂ ഷെയർ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയത്. ഇതേപോലെ വൈയുടെയും ന്യൂ ഷെയർ നമുക്ക് കണ്ടെത്താം. ദെൻ ഓൾഡ് റേഷ്യോ നമുക്കറിയാം, XY 7/10 ഈസ് 3/10. ഇനി Y സാക്രിഫൈസ് അല്ലെ, Y എത്രയാണ്? Y സറണ്ടേർഡ് 1/3 ഓഫ് ഹിസ് ഷെയർ ഇൻ ഫേവർ ഓഫ് Z അല്ലെ. സെഡിന് വേണ്ടി 1/3 ആണ് വിട്ടു നൽകുന്നത് അല്ലേ, അയാളുടെ ഷെയറിൻ്റെ 1/3. അപ്പോൾ വൈയുടെ സാക്രിഫൈസ് എത്ര ഉണ്ടാവും? വൈ സാക്രിഫൈസ് ഈക്വൽ ടു അയാളുടെ ഷെയർ 3/10 ആണ് അല്ലേ. 3/10 ഇൻറ്റു 3/10 എത്രയാണ് അയാൾ വിട്ടു നൽകുന്നത്? ദെൻ അയാളുടെ ഷെയറിൻ്റെ 1/3 അല്ലേ, 1/3 ഈക്വൽ ടു 3/30. 3 × 1 1 3 10 × 3 30 അല്ലേ. ഇതിനെ നമുക്ക് ഒന്നുകൂടി റെഡ്യൂസ് ചെയ്യാം. 30-ൽ 3 10 തവണ, 3-ൽ 3 1 തവണ, അപ്പോൾ ഈക്വൽ ടു 1/10 എന്നാക്കി നമുക്ക് ഒന്നുകൂടി അതിനെ ചുരുക്കാൻ കഴിയും. അപ്പോൾ വൈയുടെ സാക്രിഫൈസ് നമ്മൾ കണ്ടെത്തി. ഇനി നമുക്ക് എന്ത് കണ്ടെത്താം? വൈയുടെ ന്യൂ ഷെയർ കണ്ടെത്താം. അപ്പോൾ ന്യൂ ഷെയർ ഓഫ് വൈ ഈക്വൽ ടു അയാളുടെ ഓൾഡ് ഷെയറിൽ നിന്നും അയാളുടെ സാക്രിഫൈസ് ഡിഡക്റ്റ് ചെയ്യണം അല്ലേ. അയാളുടെ ഓൾഡ് ഷെയർ എത്രയാണ്? 3/10 മൈനസ് അയാളുടെ സാക്രിഫൈസ് ഇപ്പോൾ നമ്മൾ കണ്ടെത്തി 1/10. അപ്പോൾ 3/10 മൈനസ് 1/10 ഈക്വൽ ടു 3 കുറക്കണം 1 എത്ര വരിക? 2. 2/10 അല്ലേ. അപ്പോൾ വൈയുടെയും ന്യൂ ഷെയർ കണ്ടെത്തി കഴിഞ്ഞു. അപ്പോൾ എക്സിൻ്റെയും വൈയുടെയും ന്യൂ ഷെയർ നമ്മൾ കണ്ടെത്തി. പഴയ പങ്കാളികളുടെ ന്യൂ ഷെയർ കണ്ടെത്താൻ അവരുടെ പഴയ ഷെയറിൽ നിന്നും അവർ സാക്രിഫൈസ് ചെയ്ത ഷെയർ കുറച്ചാൽ മതി. ഇനി ഇത്തരമൊരു പ്രോബ്ലത്തിൽ നമുക്ക് ന്യൂ പാർട്ട്ണറുടെ ഷെയർ നൽകിയിട്ടില്ല. അപ്പം ന്യൂ പാർട്ട്ണറുടെ ഷെയർ എങ്ങനെ കണ്ടെത്താം? ന്യൂ പാർട്ട്നേഴ്സ് ഷെയർ ഈക്വൽ ടു, ഇവിടെ ന്യൂ പാർട്ട്ണർ ആരാണ്? സെഡിൻ്റെ ഷെയർ എന്ന് പറയുന്നത് എക്സ് സാക്രിഫൈസ് പ്ലസ് വൈ സാക്രിഫൈസ്. എക്സ് സാക്രിഫൈസ് ചെയ്തതും വൈ സാക്രിഫൈസ് ചെയ്തതും ചേർത്താൽ അത് ടോട്ടൽ ചെയ്യുമ്പോൾ ആരുടെ ഷെയർ കിട്ടും? സെഡിൻ്റെ ഷെയർ കിട്ടും. ഇവിടെ എക്സിൻ്റെ സാക്രിഫൈസ് എത്രയാണ്? 1/10 അല്ലേ. ദെൻ 1/10 പ്ലസ് സെഡിൻ്റെ വൈയുടെ സാക്രിഫൈസോ അതും 1/10. അപ്പോൾ 1/10 പ്ലസ് 1/10 ഈക്വൽ ടു 2/10 അല്ലേ. 1 + 1 2 2/10. അപ്പോൾ എക്സ് വൈ സെഡ് എന്നിവരുടെ സാക്രിഫൈസിങ് അല്ല ന്യൂ ഷെയർ നമ്മൾ കണ്ടെത്തി. ദെർഫോർ ന്യൂ റേഷ്യോ ഓഫ് എക്സ് വൈ സെഡ് ആർ ആദ്യം നമ്മൾ കണ്ടെത്തിയത് എത്രയാണ്? എക്സിൻ്റെ ദെൻ 6/10 ഈസ് ടു വൈയുടെ 2/10 ഈസ് ടു സെഡിൻ്റെ 2/10. ദാറ്റ് ഈസ് 6:2 അതിന് ഒന്നുകൂടി റെഡ്യൂസ് ചെയ്തൂടെ? 3 6-ൽ 2 3 തവണ, അപ്പോൾ 3:1 ഇനി ഇതിൻ്റെ സാക്രിഫൈസിങ് റേഷ്യോ എങ്ങനെ കണ്ടെത്താം? സാക്രിഫൈസിങ് റേഷ്യോ ഓഫ് എക്സ് ആൻഡ് വൈ. എക്സ് പഴയ പങ്കാളികളുടെ സാക്രിഫൈസ് റേഷ്യോ കണ്ടെത്താൻ എക്സ് സാക്രിഫൈസ് ചെയ്ത് എത്രയാണ് നമ്മൾ കണ്ടെത്തിയിരുന്നു? 1/10 ഈസ് ടു 1/10. ദാറ്റ് ഈസ് 1:1. അപ്പോൾ ഇങ്ങനെയാണ് ഇത്തരം പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത ന്യൂ പാർട്ട്ണറുടെ ഷെയർ നൽകിയിട്ടുണ്ടാവില്ല. പഴയ പങ്കാളികൾ അവരുടെ ഷെയറിൽ നിന്നും എത്രയാണ് സറണ്ടർ ചെയ്യുന്നത് എന്ന് പ്രോബ്ലത്തിൽ പ്രത്യേകമായിട്ട് നൽകിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഇന്നത്തെ ക്ലാസ് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട ക്ലാസ് അവസാനിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ചില ഹോംവർക്കുകൾ നിങ്ങൾക്ക് നൽകാം. അത് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കും. ഫസ്റ്റ് വൺ, Suresh and Dinesh are partners sharing profit in the ratio of 3:2. They admit Ramesh as a new partner. Suresh surrendered 1/5 of his share in favor of Ramesh. Dinesh surrendered 2/5 of his share in favor of Ramesh.
അപ്പോൾ ഓരോരുത്തരും അവരുടെ ഷെയറിൻ്റെ എത്രയാണ് സറണ്ടർ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ന്യൂ റേഷ്യോ, സാക്രിഫൈസ് റേഷ്യോ കണ്ടെത്താനാണ് ഈ പ്രോബ്ലം ആവശ്യപ്പെടുന്നത്. നിങ്ങളൊന്ന് സ്വയം ചെയ്ത് നോക്കുക. അതിൻ്റെ ആൻസർ ദെൻ ന്യൂ റേഷ്യോ 12:6:7. ദെൻ നെക്സ്റ്റ് ഇവിടെ സാക്രിഫൈസ് റേഷ്യോ കണ്ടെത്തി നോക്കുക. സാക്രിഫൈസ് റേഷ്യോ കൂടി കണ്ടെത്തി നോക്കുക. ദെൻ നെക്സ്റ്റ് മറ്റൊരു സാക്രിഫൈസ് റേഷ്യോ എന്തായിരിക്കും? സാക്രിഫൈസ് റേഷ്യോ 3:4. അപ്പോൾ ഈ പ്രോബ്ലം ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ആൻസർ ചെക്ക് ചെയ്യാൻ വേണ്ടി നൽകിയിട്ടുണ്ട്. ദെൻ മറ്റൊരു പ്രോബ്ലം കൂടി. പ്രശാന്ത് ആൻഡ് നിഷ ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദി റേഷ്യോ ഓഫ് 3:2. They admit Ramya as a new partner. Prashant surrendered 2/5 of his share and Nisha surrendered 2/5 of her share. Then, in favor of Ramya, calculate the new profit sharing ratio and sacrificing ratio. ഇവിടെയും ഓരോരുത്തരും രമ്യ പുതിയ പങ്കാളിയാണ്. ആ പുതിയ പങ്കാളിക്ക് പഴയ പങ്കാളികളായ പ്രശാന്തും നിഷയും അവരുടെ ഷെയറിൻ്റെ എത്രയാണ് സറണ്ടർ ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത പ്രോബ്ലം ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അതിൻ്റെ ആൻസർ ഒന്ന് നോട്ട് ചെയ്തോളൂ. ന്യൂ റേഷ്യോ, സാക്രിഫൈസ് റേഷ്യോ. അപ്പോൾ ഈ കാൽക്കുലേഷൻ ഓഫ് ന്യൂ റേഷ്യോയുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത കേസുകൾ ഇതോടുകൂടി അവസാനിക്കുകയാണ്. അപ്പോൾ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ കാൽക്കുലേഷൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചില വർഷങ്ങളിലൊക്കെ ചോദിക്കാറുണ്ട്. മറ്റു പല പ്രോബ്ലത്തിലും ഇത്തരം ക്വസ്റ്റ്യൻസ് കടന്നു വരാറുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ക്ലാസ്സുകൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് തുടർന്നുള്ള ഒരു ക്ലാസ്സിൽ സാക്രിഫൈസ് റേഷ്യോ പ്രത്യേകം കണ്ടെത്താനുള്ള പ്രോബ്ലമുകൾ കൂടി ചർച്ച ചെയ്യാം. അതോടുകൂടി ഈ റേഷ്യോ കാൽക്കുലേഷൻ നമുക്ക് കഴിയും. ഓക്കെ, താങ്ക് യു.